എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് 3 തെളിവുകളെക്കുറിച്ചാണ് പരിശോധിക്കാൻ പോകുന്നത്. യേശുവിൻ്റെ രണ്ടാം വരവിനെ സംബന്ധിച്ച് പല പണ്ഡിതന്മാർക്കും പല വിധത്തിലുള്ള നിർവചനങ്ങളാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തീർത്തും വേദാനുസരണമായ ചില തെളിവുകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. യേശുവിൻ്റെ രണ്ടാം വരവിന് മുൻപായിട്ട് ലോകത്തിൽ നടക്കുന്ന അക്രമ സംഭവ വികാസങ്ങൾ, അതാണ് പ്രധാനമായിട്ടും പലരും തെളിവായിട്ട് പറയുന്ന വിഷയങ്ങൾ. ആകാശത്തിൽ, ഭൂമിയിൽ, സൂര്യനിൽ, ചന്ദ്രനിൽ ഒക്കെ ലക്ഷ്യങ്ങൾ, അടയാളങ്ങളുണ്ടാകും എന്നെല്ലാം പറയുന്നു. ഈ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായ നിർവചനം ആരും പറയുന്നില്ല എന്നുള്ളതാണ്. നിർവചിക്കാൻ പറയാത്ത കാര്യങ്ങൾ അപൂർണവും അസത്യവുമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിൽ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ, യേശുവിൻ്റെ രണ്ടാം വരവിൽ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ 2 വരവുകളിലായിട്ടാണ് ദൈവത്തിൻ്റെ മുഴുവൻ പദ്ധതികളും നടപ്പാക്കുന്നത്. ഒന്നാം വരവിൽ യേശുക്രിസ്തു മനുഷ്യന് വേണ്ടി മറുവിലിയായിത്തീർന്നു. മാത്രമല്ല, ഒരു പ്രത്യേക വിഭാഗത്തെ യഹൂദരിൽ നിന്നും ജാതികളിൽ നിന്നും വേർതിരിക്കുന്നതിനുള്ള ഒരു വിളി, അതിന് സ്വർഗീയ വിളി എന്ന് പറയും. ആ വിളി, അതിനുള്ള ആഹ്വാനം ഉണ്ടായി. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ ശേഷം ഈ പരമമായ വിളിയിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ മുതൽ രണ്ടാം വരവ് വരെ 100 കണക്കിന് വർഷങ്ങളുടെ ദൈർഘ്യം ഉണ്ട് എന്നുള്ളതാണ്. ഈ 100 കണക്കിന് വർഷങ്ങളുടെ ദൈർഘ്യം കൊണ്ടാണ് ക്രിസ്തുയേശുവിൻ്റെ സഭയെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദീർഘമായ കാലം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ആ നിശ്ചിതമായ സമയത്ത് യേശുക്രിസ്തു വന്നോ വന്നില്ലയോ എന്ന് എങ്ങനെയാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നത്. ചില വിഭാഗങ്ങൾ പറയുന്നുണ്ട് 1925 യേശുവും സഭയും സ്വർഗത്തിൽ ദൈവരാജ്യം സ്ഥാപിച്ചു, അവിടെ വാഴ്ച തുടങ്ങിയെന്ന് പറയുന്നു. അത് വേദാനുസരണമായ ഒരു ആശയമല്ല. സ്വർഗത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നടപ്പാക്കുന്നതാണ് ദൈവരാജ്യം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന് പറയുന്നത് യാതൊരു അടിസ്ഥാനവുമില്ല. മറ്റ് പല വിഭാഗങ്ങളും യേശുക്രിസ്തു ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള ആശയത്തിൽ നിൽക്കുന്നുണ്ട്. വേറെ ചിലർ യേശു മധ്യാകാശത്തിലാണ് വരുന്നത്. വേറെ ചിലർ പറയുന്നു യേശുക്രിസ്തു മറ്റേതോ ഭൂഖണ്ഡത്തിലാണ് വരുന്നതെന്ന്. യേശു യെരുശലേമിൽ ആലയം പണിയാൻ വരുന്നു. ഇങ്ങനെയുള്ള അവ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞാണ് മനുഷ്യലോകം, ക്രൈസ്തവ ലോകം സമയം കഴിച്ചുകൊണ്ടു. യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ദൈവത്തിൻ്റെ നിർണയങ്ങളെല്ലാം ഇസ്രായേലിനോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിലെ കാര്യങ്ങളായാലും പുതിയ നിയമത്തിലെ വിഷയങ്ങളായാലും ജഡിക ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് വലിയ വസ്തുതയാണ്. കാരണം നമുക്കൊരു വഴികാട്ടി ജഡിക ഇസ്രായേൽ തന്നെയാണ്. നാം ആത്മീയ ഇസ്രായേൽ ആണെങ്കിൽ തന്നെയും
ജഡീക ഇസ്രായേലിന്റെ നീക്കങ്ങൾ അനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തപ്പെടുന്നത് എന്നുള്ളതാണ് വേദപുസ്തകം പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് റോമാലേഖനത്തിൻ്റെ 11-ാം അധ്യായം അതിനൊരു വാക്യം നമുക്ക് വായിക്കാം. 25 മുതലുള്ള വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യമറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. അപ്പൊ യേശുക്രിസ്തുവിന്റെ 2-ാം വരവിന്റെ ഒരു അടയാളം ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. എങ്ങനെയാണ് ഇസ്രായേൽ രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അടുത്ത വിഷയം. ഇസ്രായേൽ ശിക്ഷിക്കപ്പെട്ടത് ഏതിൻ്റെ പേരിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേൽ ശിക്ഷിക്കപ്പെട്ടത് അവർ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതിൻ്റെ പേരിലാണ്. അത് AD 70 അതിൻ്റെ ശിക്ഷ അവർക്ക് നൽകപ്പെട്ടു. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വിഷയം. ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറഞ്ഞാൽ യെരുശലേമിനെ ശൂന്യമാക്കി കളഞ്ഞ മ്ലേച്ഛതയാണ്. അത് ക്രിസ്തുവിനെ ഇസ്രായേൽ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ അതിൻ്റെ ഫലമായി അതിൻ്റെ ശിക്ഷയായിട്ട് AD 70 ഇസ്രായേൽ ശൂന്യമാക്കപ്പെട്ടു. അതാണ് ശൂന്യമാക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതാണ് ഇസ്രായേലിന് നേരിട്ട ശിക്ഷ. അവരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ചിതറിച്ച് കളഞ്ഞു. സകല ജാതികളിലേക്കും അവരെ ബദ്ധരായി കൊണ്ടുപോയി. അങ്ങനെ ജാതികളുടെ കാലം തികയോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയും എന്ന് കർത്താവ് പറഞ്ഞു. അതിനെക്കുറിച്ച് ആണ് അവരുടെ ശിക്ഷ എന്ന് പറഞ്ഞു. അപ്പൊ ഇസ്രായേൽ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഇസ്രായേൽ ആ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുന്നത് ഒരർത്ഥത്തിലുള്ള ഇസ്രായേലിന്റെ രക്ഷയാണ്. പക്ഷെ കർത്താവിന്റെ 2-ാം വരവിൽ ഇസ്രായേലിന് വരുന്ന രക്ഷ ഈ വിധത്തിലുള്ള രാഷ്ട്രീയപരമായ രക്ഷയല്ല. ഇസ്രായേൽ ആത്മീകമായി രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ആത്മീകമായി ഇസ്രായേൽ രക്ഷിക്കപ്പെടുന്നത്? ഇസ്രായേൽ ക്രിസ്തുവിനെ അംഗീകരിക്കും എന്നുള്ളതാണ്. യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നും യേശു ക്രിസ്തു ക്രൂശിൽ വന്ന് മരിച്ചത് ഇസ്രായേലിനും സകല മനുഷ്യർക്കും വേണ്ടിയിട്ടാണെന്നുള്ള തിരിച്ചറിവ് ഇസ്രായേലിന് ഉണ്ടാകും. അങ്ങനെ ഇസ്രായേൽ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന സമയമാണ് യേശുവിൻ്റെ 2-ാം വരവിൻ്റെ 1-ാമത്തെ ഘട്ടം. അപ്പോൾ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടാൻ തുടങ്ങും. ആ രക്ഷിക്കപ്പെടൽ എന്ന് പറയുന്നത് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഉള്ള മോചനത്തെ കുറിച്ചാണ്. അപ്പം അതിനായിട്ടുള്ള ഒരു സമയം യേശുവിൻ്റെ 2-ാം വരവ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതൊരു രഹസ്യമായിട്ട് ദൈവം സൂക്ഷിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. AD 36 മുതൽ ഇസ്രായേൽ ദൈവകൃപയിൽ നിന്ന് സ്ഥാനഭ്രംശം സംഭവിച്ചു. അതുമുതൽ ജാതികളുടെ കാലം തികയോളം ജാതികളിൽ നിന്നും സഭയിലേക്ക് ആളുകൾ പ്രവേശിക്കുവാനുള്ളതിൻ്റെ ആ കാലം അത് തികയോളം മാത്രമാണ് ഇസ്രായേലിന് ഈ ശിക്ഷയുടെ കാലം നീണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പം ഇസ്രായേലിൻ്റെ ഈ ശിക്ഷാകാലം അവസാനിക്കുന്ന കാലഘട്ടത്തിൽ വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. അപ്പോസ്തലൻ ഈ പറയുന്ന വാക്യങ്ങൾ, ഈ പറയുന്ന വാചകങ്ങളൊക്കെ ജാതികളായ തിരഞ്ഞെടുപ്പിലേക്ക് വന്നവരെ അവരോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ രഹസ്യം അറിയാതിരിക്കരുത്. ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കണ്ട.
ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ജാതികൾക്ക് സഭയിലേക്ക് പ്രവേശിക്കുവാനുള്ള അനുവാദമുണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ എക്കാലവും ഇസ്രായേൽ അങ്ങനെ തള്ളപ്പെട്ട് കിടക്കയില്ല എന്നുള്ള കാര്യമാണ് അപ്പോസ്തലൻ പറയുന്നത്. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. സിയോൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ചാണ്. ആ രാജ്യസ്ഥാപനത്തിന്റെ ആരംഭത്തിങ്കൽ യേശുക്രിസ്തു വന്ന് മുഴുവൻ പേരെയും രക്ഷിക്കും, യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ദൈവത്തെയും യേശുക്രിസ്തുവിനെയും തിരിച്ചറിയുവാനുള്ള കഴിവില്ലാതെയാണ് ഇസ്രായേൽ ഈ ശിക്ഷാകാലം മുഴുവൻ കഴിഞ്ഞുകൂടിയത്. അതിനെക്കുറിച്ച് 11:8 പറയുന്നുണ്ട്, ദൈവം അവർക്ക് ഇന്നുവരെ കാണാത്ത ഗാഠനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും. യേശുവിൻ്റെ ഒന്നാമത്തെ വരവിൽ ഇസ്രായേലിന് ഈ അവസ്ഥയായിരുന്നു. കാണാത്ത കണ്ണ്, കേൾക്കാത്ത ചെവി ആയിരുന്നു അവർ. കാരണം എന്താണ്? കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ശാസ്ത്രിമാരോടും പരീശന്മാരോടും കാര്യം പറഞ്ഞ, ശിഷ്യന്മാരോടും അതിനെക്കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയായിരിക്കുമെന്നാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. യേശുക്രിസ്തു മറുവിലിയാകുവാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ ആരും ക്രൂശിക്കുന്നില്ല എങ്കിൽ യേശുക്രിസ്തു അതുപോലെ തന്നെ ഇവിടെ ഈ ഭൂമിയിൽ ഇരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ജഡിക ഇസ്രായേലിന്റെ പൂർണ്ണമായ അളവിൽ യേശുവിനെ മനസ്സിലാക്കുവാൻ ദൈവം അനുവദിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ പൂർണ്ണമായും ജഡിക ഇസ്രായേൽ യേശുവിനെ മുഴുവൻ പേരും അംഗീകരിച്ചാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നടക്കുകയില്ല. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ ദൈവം ഒന്നാം വരവിൽ അനുവദിച്ചത്. പക്ഷെ രണ്ടാം വരവിൽ ഈ മങ്ങിയ വിധത്തിലുള്ള കാഴ്ചപ്പാടുകൾ, ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവ് ഇസ്രായേലിന് നൽകപ്പെടും. അപ്പോൾ അവർക്ക് ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമമാകുന്നു. രണ്ടാമത്തെ വരവിൽ ഇസ്രായേലിനോട് ചെയ്യുന്ന നിയമം അവർക്ക് അഭക്തിയിൽ നിന്നുള്ള മോചനം നൽകപ്പെടും എന്നുള്ളതാണ്. അപ്പം അതാണ് ഒരു അടയാളം. ഇനി മറ്റൊരു അടയാളത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് പരിശോധിക്കാം. റോമാലേഖനം 11:15 അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പിനല്ലാതെ എന്താകും? ഇതൊരു വലിയ വിഷയമാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ രണ്ടാമത്തെ തെളിവാണ് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. ഇത് ആത്മീയ ശരീരങ്ങൾ ഉയർക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, ഭൗതിക ശരീരങ്ങളും ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ചും ഇവിടെ പറയുന്നു. എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനത്തിൽ രണ്ട് വിധത്തിലുള്ള പുനരുത്ഥാനമുണ്ട്. ഒന്ന് ആത്മീയ പ്രകൃതിയിലേക്കുള്ള പുനരുത്ഥാനം, രണ്ടാമത് ജഡപ്രകൃതിയിലുള്ള പുനരുത്ഥാനം. ഈ രണ്ട് പുനരുത്ഥാനങ്ങളും നടക്കുന്നത് യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ ആദ്യഘട്ടത്തിലാണ്. അപ്പോൾ യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ ആദ്യഘട്ടത്തിൽ രണ്ട് തെളിവുകളാണ്. ഒന്ന്, ഇസ്രായേൽ പൂർണ്ണമായി ക്രിസ്തുവിനെ അംഗീകരിക്കും എന്നുള്ളതും, മരിച്ചു മൺമറഞ്ഞ ജനകോടികൾ ഭൂമിയിലേക്ക് ഉത്ഥാനം ചെയ്തു വരും എന്നുള്ളത് രണ്ടാമത്തെ തെളിവാണ്. അപ്പം ഇസ്രായേലിൻ്റെ തിരസ്കാരം, ജാതികൾക്ക് അനുഗ്രഹം വന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നത്, അത് ഒന്നാം വരവിൽ.
രണ്ടാം വരവിൽ ഇസ്രായേലിന്റെ അംഗീകരണം മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ കലാശിക്കുമെന്നാണ്. ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് ഉള്ള തെളിവ് എന്താണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്? സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ ആകാശത്ത് നിന്ന് വീഴുമെന്നൊക്കെ പറയുന്നതൊന്നും അത് അക്ഷരാർത്ഥത്തിലുള്ള കാര്യങ്ങളല്ല. അത് യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ തെളിവുമല്ല. ഇതാണ് യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് ഉള്ള തെളിവ്. അപ്പോൾ ആത്മീയ പുനരുത്ഥാനം, ജഡീയ പുനരുത്ഥാനം. ജഡീയ പുനരുത്ഥാനത്തിൻ്റെ സംഘസംഖ്യ വളരെ കൂടുതലാണ്. ക്രിസ്തുവിന് മുമ്പ് ജനിച്ച് മരിച്ചിട്ടുള്ള ജനകോടികൾ, ക്രിസ്തുവിന് ശേഷമുള്ള ജനകോടികൾ, ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആദാമ്യ ഭവനത്തിൽപ്പെട്ട എല്ലാവരെയും പുനരുത്ഥാനം ചെയ്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യവും ഇതുവരെയും നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു തെളിവ് പരിശോധിക്കാം. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ആദ്യഘട്ടത്തിൽ ഇവിടെ ഭൂമിയിൽ നിലവിലിരിക്കുന്ന മതവ്യവസ്ഥിതികളെ എങ്ങനെ നേരിടും എന്ന് അപ്പസ്തോലൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. 2 തെസ്സലോനി 2:8 അല്ലേ? വായിച്ചേ. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കിക്കളയുന്നു. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന ഈ അധർമ്മമൂർത്തി അത് എന്താണ്, ഏതാണ്, ഏത് പ്രസ്ഥാനമാണ്, ഏത് ആളാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ക്രൈസ്തവ മണ്ഡലത്തിന് വ്യക്തമായ യാതൊരു ധാരണയില്ല. ഈ അധർമ്മമൂർത്തി എന്ന് പറയുന്ന സത്യത്തിന് വിരോധമായി അസത്യം പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യാജമത പ്രസ്ഥാനത്തെക്കുറിച്ചാണ് അധർമ്മമൂർത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് 1-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്തതാണ്. 1-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ച അധർമ്മമൂർത്തിയുടെ വ്യാപാരത്തിൻ്റെ ശക്തി അത് പലവിധ വ്യാജമതങ്ങളെയും ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ രണ്ടാം വരവ് വരെ ഈ വ്യാജമതങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്. അധർമ്മം എന്ന് പറയുന്നത് സത്യത്തിന് വിപരീതമായിട്ടുള്ള ആശയങ്ങളും ആചാരങ്ങളും ക്രൈസ്തവ മതങ്ങളിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് അധർമ്മമൂർത്തിയുടെ പ്രവൃത്തി. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ അധർമ്മമൂർത്തിയെ ഉന്മൂലനം ചെയ്യും എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നിലവിലിരിക്കുന്ന വ്യാജമതങ്ങളുടെ എല്ലാ സിദ്ധാന്തങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിന് യോജിക്കാത്ത വിധത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ, ഉപദേശങ്ങൾ, ഇതെല്ലാം സത്യം കൊണ്ട് യേശുക്രിസ്തു നശിപ്പിക്കുമെന്നാണ്. അതാണ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാ അസത്യങ്ങളെയും നിർമൂലനം ചെയ്യും. അപ്പോൾ ഈ അധർമ്മമൂർത്തിയുടെ നാശം ആരംഭിച്ചു തുടങ്ങിയാൽ യേശുവിൻ്റെ രണ്ടാം വരവ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം വ്യക്തമായിട്ട് 3 തെളിവുകളാണ് നമ്മൾ പറഞ്ഞത്. ഇതിലപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വേദപുസ്തകം യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് യാതൊരു തെളിവും പറയുന്നില്ല. ചിലർ വിചാരിച്ചിരിക്കുന്നത് യേശുക്രിസ്തു മനുഷ്യനെ പോലെ ഇനി ഭൂമിയിൽ വരുമെന്നാണ്. അങ്ങനെ ഒരിക്കലും സാധിക്കാത്ത അവസ്ഥയിലാണ് യേശുക്രിസ്തു സ്വർഗാരോഹണ ശേഷം ആയിത്തീർന്നത്. കാരണം യേശുക്രിസ്തു അമർത്യപ്രകൃതിയിലായി എന്നുള്ളതാണ്. ഇനി മനുഷ്യജന്മം, മനുഷ്യജഡം സ്വീകരിക്കാൻ യേശുവിന്
കഴിവില്ലാത്ത വിധത്തിൽ യേശുക്രിസ്തു ആ ആത്മപ്രകൃതിയിലായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയും ക്രിസ്തുവിനെ പോലെ ആത്മശരീരികളായിത്തീരുന്നു. അതുകൊണ്ട് ഇനി സഭയ്ക്കും ക്രിസ്തുവിനും ജഡശരീരത്തിൽ ഇവിടെ പ്രത്യക്ഷനാകാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം എങ്ങനെയാണ് നടപ്പാവുന്നത്? യേശുവിൻ്റെ ഒന്നാം വരവിന് മുമ്പ് ദൈവത്തിൻ്റെ പല ആലോചനകളും ഈ ഭൂമിയിൽ നടത്തി. പല അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവിടെ ചെയ്തു ദൈവം. ദൈവം ഇവിടെ മനുഷ്യനായി ഇറങ്ങി വന്നിട്ടോ അല്ലെങ്കിൽ ദൈവദൂതന്റെ വേഷത്തിൽ വന്നിട്ടോ അല്ല ഇവിടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. അന്ന് യഹോവ ചെയ്തിരുന്നതെല്ലാം യഹോവയുടെ ദൂതന്മാർ വഴിക്കാണ് ചെയ്തിരുന്നത്. ദൂതന്മാർ യഹോവയുടെ പ്രതിനിധികളായി ഇരുന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി യേശുവിൻ്റെയും സഭയുടെയും ഭരണം ഈ ഭൂമിയിൽ നടക്കുന്നത് ദൂതന്മാർ വഴിയുള്ള കാര്യങ്ങളിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവരെ ഇനി ദൃശ്യരൂപത്തിൽ ആർക്കും കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം 3 കാര്യങ്ങൾ ക്രിസ്തുയേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ 3 കാര്യങ്ങളിൽ ഒരു കാര്യങ്ങൾ പോലും ഇതുവരെയും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ന്യായവിധിയെ സംബന്ധിച്ചാണ്. യേശുവിൻ്റെ ഭരണകാലം ആരംഭിക്കുമ്പോഴാണ് ന്യായവിധി ആരംഭിക്കുന്നത്. അപ്പം ന്യായവിധിയുടെ പ്രാരംഭ നടപടിയാണ് ഈ അധർമ്മമൂർത്തിയുടെ ശക്തിയെ ക്ഷയിപ്പിക്കുക എന്നുള്ളത്. അത് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നു. വ്യാജമതങ്ങൾ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ഈ 3 തെളിവുകളും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് യേശുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്.